ഞാൻ ആദ്യമായിട്ടാണ് ഒരു കടയിൽ സ്വന്തം കടയുടെ പേര് മറച്ചുകൊണ്ട് ഒരു സംഭവം ചെയ്തേക്കണം കാണുന്നത്. ഈ ഷീറ്റ് ഇട്ടവൻ്റെ കാര്യം മുട്ടം കോമഡി ആയിട്ട്. ഇവിടെ ആൾക്കാർ എവിടെ ഇരിക്കാൻ നോക്കുക ഷീറ്റിൻ്റെ പുറത്ത്. ഏതവനാടാ ഈ സാധനം ഇട്ടത്? ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടാ? ഇന്ന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നണ്ട, മുഖം തെളിഞ്ഞില്ല. ഇഷ്ടപ്പെട്ടാ? അൽഫാം എങ്ങനെയുണ്ട്? അന്ന് നീ കഴിച്ച് ഇഷ്ടപ്പെട്ടുണ്ടോ? അത് തന്നെ പറഞ്ഞു. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ സ്റ്റേഡിയത്തിലുള്ള ബീറ്റ് ബോക്സിൽ വന്നേക്കണേണ്ട. കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ നാളിന് ശേഷം വന്ന് ഞാനൊരു ഹാഫ് ഗ്രിൽഡ് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഈ ചെമ്മീൻ അച്ചാർ. ഭയങ്കര ഇഷ്ടമുള്ള എന്നെ പോലത്തെ ആൾക്കാർക്ക് ഇവിടുത്തെ ടേസ്റ്റ് പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര, എൻ്റെ വീട്ടിലെ അമ്മ ഉണ്ടാക്കുന്ന ചെമ്മീൻ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റാണ് ഇവിടുത്തെ ആ മസാലയ്ക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് അമ്മ അല്ലാതെ വേറെ ആർക്കും ഇത് ഇഷ്ടമല്ല. അനിമയ്ക്ക് ഇഷ്ടമല്ല, അനിമയുടെ വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളിവിടെ വന്ന് കഴിച്ചപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊന്നും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്ക് കണ്ടു നോക്കാം. പക്ഷേ അന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ വന്നതിൽ എനിക്ക് മാത്രം ഇവിടുത്തെ ആ മെയിൻ ഗ്രിൽഡ് സാധനം ഇഷ്ടപ്പെട്ടുള്ളൂ. പക്ഷേ ഞാൻ എന്നിട്ട് എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ അമ്മക്ക് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പാർസൽ വേറെ ദിവസം കൊണ്ട് വീട്ടിൽ മേടിച്ച് കൊടുത്തിട്ട് അമ്മക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മോനിനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ എനിക്കും അമ്മക്കും മോനിനും ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, ഇവിടുത്തെ ഗ്രില്ല്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വെറുതെ ഇതുവഴി പോയപ്പോഴേക്കും ഞാൻ കയറി കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്നും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ പുതിയ മുത്തട്ട് ഞാൻ ഒന്നുകൂടെ വന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കടയിൽ സ്വന്തം കടയുടെ പേര് മറച്ചുകൊണ്ട് ഈ കാണുന്നൊരു സംഭവം ചെയ്തേക്കണം കാണുന്നത്. ഇതെന്താ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ കോൺ ചെയ്യാൻ വന്നവന്മാർ എന്ത് ബോധത്തോടെ അത് ചെയ്തതെന്ന് മനസ്സിലാവും. ഈ കടയുടെ പേരും മറഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതാണ് അവിടുത്തെ മെയിൻ സാധനം കേട്ടോ, ഗ്രിൽഡ് മസാല ഷവായി. ഇവിടെ ഇങ്ങനെ പുറത്തെത്തിട്ട് ഇവരുടെ ഈ അച്ചാർ പോലത്തെ ഈ ഷവായിലാണ് സെറ്റ് ചെയ്ത് തരണം. കണ്ടോ? ഇവിടെ ഇതുപോലെ 3 മെഷീനാണ് കേട്ടോ. അത്രയും ഡിമാൻഡുള്ള കടയാണ്. ഒന്നാമത്തെ മെഷീൻ്റെ അകത്ത് സീറ്റിംഗ് ഉണ്ട്, പക്ഷേ അവിടെ സീറ്റിംഗ് കിട്ടാൻ ഭയങ്കര പണിയാണ്. അത് മാത്രമല്ല ഇവിടെ 20 മിനിറ്റ് എങ്ങനെ പോയാലും പോസ്റ്റ് കിട്ടും കേട്ടോ. കാരണം അത്രയും ടൈം എടുക്കും ഇവിടെ സീറ്റ് കിട്ടാനായിട്ട്. പക്ഷേ ക്ഷമയുള്ളവർ മാത്രം ഇങ്ങോട്ട് വന്നിട്ട് കാര്യമുള്ളൂ. പാർസൽ കൊടുക്കുമ്പോൾ ആ മസാല ഇങ്ങനെ ഇട്ടു കേട്ടോ. എന്തോ പായത്തിന് എനിക്ക് സീറ്റ് കിട്ടി. അനുഭവം കൂടെ വന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അനുഭവം വന്നിട്ട് കഴിക്കാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് ഗ്യാസ് കറിയിക്കണം. പിന്നെ ഞാൻ ഓർത്ത് അതും കൂടെ വരട്ടെ എന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ഷീറ്റ് ഇട്ടവൻ്റെ കാര്യം മുട്ടം കോമഡി ആയിട്ട്. ഇവിടെ ആൾക്കാർ എവിടെ ഇരിക്കാൻ നോക്കുക ഷീറ്റിൻ്റെ പുറത്ത്. ഏതവനാടാ ഈ സാധനം ഇട്ടത്? ഇതാണ് ഇവിടുത്തെ മെയിൻ സാധനം കേട്ടോ. എനിക്കൊരു സീറ്റ് കിട്ടി, പക്ഷേ അനുഭവം ഇതുവരെ വന്നിട്ടില്ല. അനുഭവം ഇവിടെ തൊട്ടടുത്ത് ഗ്രൂവ് വിത്ത് ഏജ് എന്ന് പറഞ്ഞിട്ട് ഒരു സുംബയും കുറേ സംഭവങ്ങളായിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്. അത് ഞങ്ങൾക്ക് പരിചയമുള്ള അരുണശേഷിയാണ് നടത്തുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ക്ലാസ്സിന് ഭയങ്കരമാണ്. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ വരെ അനുഭവിക്ക് ഓരോരോ എക്സസൈസ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആളിപ്പോൾ വരും. അപ്പോൾ ഗ്രൂവ് വിത്ത് ഏജയുടെ വീഡിയോ അടുത്ത് തന്നെ വരും. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഈ സുംബ അങ്ങനത്തെ സംഭവങ്ങൾ കുറേ സാധനങ്ങളുണ്ട്, കാർഡിയോ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അനുഭവയുടെ ചാനലിൽ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനെപ്പറ്റി. ആ വീഡിയോയും പിന്നെ അതുകൂടാതെ ഗ്രൂവ് വിത്ത് ഏജയുടെ കോൺടാക്ട് നമ്പർ ഞാൻ അടിയിൽ കൊടുക്കാം, എടുത്ത് നോക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം കേട്ടോ. ഞാൻ ഗ്യാരണ്ടിയാണ്. അരുണശേഷി ഇവരുടെ പൊളിയാണ്, കിടലിനാണ്. ഇന്ത്യയിൽ തന്നെ ബോളിവിക്സിൻ്റെ എന്താണ് ഏറ്റവും തലപ്പുറത്ത് നിൽക്കുന്ന ഇൻസ്ട്രക്ടറാണ് ചേച്ചി. കറക്റ്റായിട്ട് ആ ഷീറ്റില്ലാത്ത വശത്ത് തന്നെ സീറ്റ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈ കാല് കുറച്ച് ഇപ്പുറത്തേക്ക് പോയാൽ നേരെ പടവും കുത്തി അപ്പുറത്ത് കിടക്കും. സൈഡിൽ ഇരിക്കുന്നവരുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. അവരെങ്ങാനും ബാക്കിലേക്ക് നീങ്ങിയാൽ തീർന്ന്. ഭാര്യ 8:30 വരാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 9 വരെ എന്നിട്ട് എത്തിയിട്ടില്ല. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്, പക്ഷെ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഞാൻ ഗ്രിൽഡ് ഹാഫാണ് പറഞ്ഞ മാറ്റി മേടിക്കട്ടെ കേട്ടോ. പോസ്റ്റോളി എത്ര നേരം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കണത്. ഇവർ വേറെ ഉറച്ചെൻ്റെ ഓർഡർ ചെയ്ത് വാ ഹണി അൽഫാം സാധനം വന്ന്. അപ്പോഴേക്കും ഞാൻ ഗ്രിൽഡ് ഹാഫാ പറഞ്ഞ് ക്വാർട്ടറെ കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ രണ്ടാമത് എടുക്കാൻ പോയതാണ്. പോസ്റ്റോളി വന്നത് 9:30, എൻ്റെ അടുത്ത് 8:30 പറഞ്ഞത്. സിലോൺ പൊറോട്ട ഇത് നിൻ്റെ അൽഫാം.
ഹാഫ് ഗ്രിൽഡ് ഇറക്കാന്നറിയാമോ? അതറക്കാന്നല്ലേ എനിക്ക് വേറെ ആർക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടാ? ഇന്ന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നണ്ട, മുഖം തെളിഞ്ഞില്ല. ഇഷ്ടപ്പെട്ടാ? അൽഫാം എങ്ങനെയുണ്ട്? ആ അന്ന് നീ കഴിച്ച് ഇഷ്ടപ്പെട്ടുണ്ടോ? അത് തന്നെ പറഞ്ഞു. സിലോൺ പൊറോട്ടയൊക്കെ വെറുതെ കിടലാണ്. ലെയർ പൊറോട്ട എന്ന് വെച്ചാൽ അങ്ങനെയല്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിവിടുത്തെ ഈ അച്ചാർ അതാണ് എനിക്കിഷ്ടം. പക്ക ചെമ്മീൻ അച്ചാറിൻ്റെ ടേസ്റ്റാണ് വെച്ചത്. നല്ല അസലായിട്ട് വെന്തുണ്ടാവും ഇവിടുത്തെ ചിക്കൻ. അതാണ് എനിക്ക് ഇഷ്ടമുള്ള വേറൊരു കാര്യം. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടോ? കൈപൊളി അമ്മാ. അതിന് പറഞ്ഞാൽ ഇവിടെ അൽഫാം നല്ല എരിവ്. കഴിച്ചു നോക്കട്ടെ. ഇവിടെ ഒരാൾ പറഞ്ഞ നടപ്പുണ്ട്. അങ്ങനെ കഴിച്ചു നോക്കട്ടെ. എരിവുണ്ട് കേട്ടോ, ബട്ട് ഇറ്റ്സ് ഗുഡ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തെങ്കിലും നോക്കിയാൽ ഒരു രക്ഷയില്ല. ഫുള്ള് ചിക്കൻ എന്നൊക്കെ പറഞ്ഞ അവസ്ഥയാണ്. അപ്പം ഞങ്ങൾ ഫിനിഷ് ചെയ്തേട്ടാ. അപ്പോഴേക്കും അപ്പുറത്തെ ടേബിളിൽ ഫുഡ് വന്നു. ഞങ്ങൾ എഴുന്നേറ്റ് കൊടുക്കട്ടെ. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ ബില്ല് കൊടുത്തിട്ട് പോട്ടേട്ടാ. കാശിപ്പോൾ തിരക്ക് വീണ്ടും കൂടിയിട്ടാ. അപ്പോൾ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്ഷമ വേണമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ വരുമ്പോൾ. നല്ല ക്ഷമ വേണം, നല്ല ടൈം എടുക്കും. കാരണം ഇവിടെ അത്ര തിരക്കുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ശരി, ടാറ്റാ.